മുടിയാൻ പറഞ്ഞവനെ എടാ നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ. വേണ്ട, പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെ ഒരു തേങ്ങാമോഷ്ടാവായി? ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചേരാടാ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. വരട്ടെ, എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വരട്ടെ, കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ ഉണ്ടല്ലോ, ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ പോയോ ഈശ്വര, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല, പശുവിനെ വേണ? വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോവാ. വേണ്ട വേണ്ട. അയ്യാണ്. ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങ, കുരുമുളകോ, കശുവണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്. 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങിത്തന്നാ നീ കുടിക്കുവോ? കുടിക്കാം. കുടിക്കുവോ? കുടിക്കും. എന്നാ വാ, കുടിപ്പിക്കാം കേട്ടാ. വാ, നിന്നെ ഞാൻ ഇന്ന് കുടിപ്പിക്കാം. അത്